പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മുടെ നയന ആദർശിനോട് ചോദിക്കുവാണ് അനഘയ്ക്ക് എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടോ എന്ന്. അന്നേരം ആദർശ് പറയും അങ്ങനെ ഇമ്പ്രൂവ്മെൻ്റ് ഒന്നുമില്ല, ഏത് നിമിഷവും എന്ത് വേണമെങ്കിലും സംഭവിക്കാവുന്ന അവസ്ഥയിലാണ് മുന്നോട്ട് പോകുന്നത് എന്ന്. അന്നേരം നയന പറയും അങ്ങനെയൊന്നും പറയല്ലേ ആദർശേട്ടാ, എൻ്റെ ബലമായ വിശ്വാസം അനഘ ആ കിടപ്പിൽ നിന്ന് റിക്കവറായി തിരിച്ചു വരുമെന്ന് തന്നെയാണ് എന്ന് നയന ആദർശിനോട് പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ അനാമികയും അനിയും തമ്മിലുള്ള ഫൈറ്റാണ്. അനാമിക പറയുവാണ്, നീ പറഞ്ഞല്ലോ ഏതാണ്ടൊക്കെ അവൾ എന്നെ വന്ന് ചെയ്യൂന്ന് SA ആയി കഴിഞ്ഞാൽ, എങ്കിൽ നീ ഒരു കാര്യം കേട്ടോ, ഈ ജന്മം അവൾ SA ആകാൻ പോകുന്നില്ല എന്ന് അനാമിക അനിയോട് പറയുവാണ്. അന്നേരം അനി പറയുന്നുണ്ട്, അതെ SA ടെസ്റ്റും പാസ്സായി ട്രെയിനിങ്ങിന് അവൾ ഇവിടെ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ അവൾ SA ആകാൻ വേണ്ടി തന്നെയാണ് പോയത് എന്ന് അനി അങ്ങോട്ടും വെല്ലുവിളിക്കുന്നുണ്ട്. പിന്നീട് ആദർശും നയനയും കൂടെ നന്ദുവിനെ കാണാൻ പോയതാട്ടോ കാണിക്കുന്നത്. അന്നേരം ആദർശ് നന്ദുവിനോട് പറയുന്നുണ്ട്, വീട്ടിൽ ആവശ്യത്തിലേറെ പ്രശ്നങ്ങളുണ്ട്, അതിൻ്റെ എല്ലാം തുടക്കം അപ്പച്ചിയും അഭിയാണ്. അവർ ആ വീട്ടിലുള്ളിടത്തോളം കാലം വീട്ടിൽ സമാധാനം ഉണ്ടാകും എന്ന് തോന്നുന്നില്ല എന്ന് ആദർശ് പറയുക. അന്നേരം കുറച്ച് നേരം ഇങ്ങനെ ആലോചിച്ചിരുന്നിട്ട് നന്ദു തിരിച്ചു ചോദിക്കുവാണ്, ഈ ചന്തുമോളുടെ കാര്യത്തിൽ അഭിയേട്ടന് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന്. അന്നേരം അത് കേട്ടിട്ട് ഇങ്ങനെ വായും തുറന്നിങ്ങനെ അന്തിച്ച് നിൽക്കുവാണ് നയന. കാരണം ഊഹിച്ചാണെങ്കിലും നന്ദു ആ ഒരു നിഗമനത്തിലേക്ക് എത്തിയല്ലോ എന്ന് ഓർത്തായിരിക്കാം. ഇതൊക്കെയായിരുന്നു പ്രൊമോ.